മെയിൽ വന്നത് രാത്രി ഒരു 12 മണിയായി കാണും. അപ്പോൾ തന്നെ PDF വന്നു. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ ഇവിടെ നമ്മൾ ഇനിഷ്യലി പേ ചെയ്തതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ടാണ് ഇന്ന് എനിക്കൊരു ഈസ്റ്റ് നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നു. അതൊരു കണ്ടീഷണൽ ഓഫർ ലെറ്ററാണ്. എന്നിട്ടും എന്തിനാണ് നീ ഇങ്ങനെ ഹാപ്പി ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനൊരു അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഈസ്റ്റ് ലണ്ടൻ. ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും ഇത്രയും ഗ്യാപ്പൊക്കെ ഉള്ള എൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്ര ഒരു ഹാപ്പിനെസ് എനിക്ക് തോന്നാൻ കാരണം. അതുപോലെ ഞാൻ കുറേ കാലമായിട്ട് ഈസ്റ്റ് ലണ്ടനിൽ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ SOP ഒക്കെ വീണ്ടും 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത്. കാരണം SOPയിൽ എന്തോ പ്ലാഗരിസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതായത് ഈ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് ഈ ഒരു ഓഫർ ലെറ്റർ വരാൻ കാരണം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നതെന്നും പറഞ്ഞ് മെയിൽ വന്നത്. രാത്രി ഒരു 12 മണിയായി കാണും. അപ്പോൾ തന്നെ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കൺസൾട്ടൻസിക്കാർക്ക് അയച്ചു. കാരണം അത്ര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് അത് കിട്ടിയതിൻ്റെ പേരിൽ. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഒരു ഓഫർ ലെറ്ററിൻ്റെ പ്രോപ്പറായിട്ടുള്ള PDF വന്നു. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ ഇവിടെ ഫോട്ടോയിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇതുവരെയാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇനി ചെയ്യേണ്ടതെന്നാണ് ഞാൻ കൺസൾട്ടൻസിക്കാരെ ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഓഫർ ലെറ്റർ ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 പൗണ്ട് അടച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തത് എനിക്കും ചെയ്യേണ്ടത് ആ കാര്യമാണ്. 1500 പൗണ്ട് കൺസൾട്ടൻസി വഴി അടച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അത് എങ്ങനെ അടയ്ക്കണമെന്നൊക്കെ ഞാൻ നാളെ എന്തായാലും മൺഡേ കൺസൾട്ടൻസിയിൽ പോകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഞാനിടാം. അപ്പോൾ എങ്ങനെയാണ് പൈസയുടെ പ്രോസസ്സിങ്ങും ഞാനിടാം. പൈസയുടെ പ്രോസസ്സിംഗ് ഒക്കെ എന്തായാലും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുന്ന കാര്യമാണ്. എനിക്കുകൊണ്ട് ചെറുതായിട്ട്, എന്നാൽ പോലും കൺസൾട്ടൻസിക്കാരുള്ളതുകൊണ്ട് ചെറിയൊരു പേടി കുറവുണ്ട്. അതുപോലെ ഈ കൺസൾട്ടൻസിക്കാർ അത്യാവശ്യം നല്ല സപ്പോർട്ടീവാണ്. ഒരു ധൈര്യം ഉണ്ട് അത്യാവശ്യം നന്നായിട്ട്. അപ്പോൾ ആ 1500 പൗണ്ട് അടച്ച് കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 75% മൊത്തം അടയ്ക്കേണ്ടത്. അതായത് പോകുന്നതിന് മുമ്പ് നോർമലി അടയ്ക്കുകയാണെങ്കിൽ 75% അടച്ചിട്ടാണ് പോകേണ്ടത്. അതായത് ഇപ്പോൾ 12,750 എനിക്ക് ഏകദേശം ഒരു 9 lakh സംതിങ് അടയ്ക്കണം. അപ്പോൾ അതിൽ ഈ 1.5 ലക്ഷം ഇൻ്റർവ്യൂവിന് മുമ്പ് അടച്ചതിന് ശേഷം വേണ്ടത് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല കാര്യമാണ്. കാരണം ഇൻ്റർവ്യൂവിന് ഫെയിലായാൽ പോലും ഈ ഒരു 1.5 ലക്ഷം അവിടെ ലോക്കാവുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% നമ്മുടെ ഈ ബെഡ്ഫോർഡ്ഷെയറിൻ്റെ കാര്യം എടുത്താൽ തന്നെ 65% നമ്മൾ ഇനിഷ്യലി പേ ചെയ്തതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് ഇച്ചിരി റിസ്ക് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഇൻ്റർവ്യൂ എങ്ങാനും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 65% ഫീസ് അവിടെ ബ്ലോക്കായി പോകും. പിന്നെ നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും പാടാണ്. ആ ഒരു എമൗണ്ടൊക്കെ ലോക്കായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ 75% അങ്ങനെ അടച്ചു കഴിഞ്ഞു. മൊത്തം ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ 500 പൗണ്ട് കിട്ടും എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 75% അടച്ചതിന് ശേഷം അവിടെ എൻറോൾമെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഫുൾ എമൗണ്ടും പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 പൗണ്ടും കൂടി കുറവ് കിട്ടും. അതായത് ഏകദേശം ഒരു 50,000 രൂപയാണ് കുറവ് കിട്ടുക. പിന്നെ എനിക്കിപ്പോൾ കിട്ടിയ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗണ്ടിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അതായത് ആദ്യം ഒരു പൗണ്ടിന് 100-104 രൂപ ഒക്കെ ആയിരുന്നു. 100-104 രൂപയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എടുത്തു നോക്കിയപ്പോൾ 94 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് 1,50,000 ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. 1,42,000 അടച്ചാൽ മതി. അതപ്പോൾ കൈയോടെ അടച്ചു കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ മൺഡേ തന്നെ പോയി 1500 പൗണ്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം മറ്റേ പൗണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുമ്പോൾ അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലാഭമാണ് ഉണ്ടാവുക. അതും ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നിരുന്നു. ഈസ്റ്റ് ലണ്ടനിൽ നിന്നൊന്നുമല്ല, ഈസ്റ്റ് ലണ്ടൻ്റെ ഈ ഒരു അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ലണ്ടൻ്റെ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്നെ വിളിച്ചത് ഒന്ന് വേരിഫിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് 2 റൗണ്ടായി കോൾ വന്നു. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ജസ്റ്റ് നമ്മുടെ പേരും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് അവിടെ ഉണ്ടോ, ഇന്ന് തന്നെ വിളിച്ചപ്പോൾ ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ്. അവിടെ ഫ്രണ്ട്സ് ഉണ്ടോ, പിന്നെ ഏത് കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഫീസ് എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത്, ഫാമിലി ആണോ അതോ ലോണാണോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ചോദിച്ചത്, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇത് ഇൻ്റർവ്യൂ കോൾ ആണോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഓഡിയോ ഇട്ടേക്കാം ഇടാൻ പറ്റുവാണെങ്കിൽ, എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഇട്ടിടാം ഈ റെക്കോർഡിങ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക്
ഇത്തിരി കൂടി ധൈര്യം കിട്ടും ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി. ഇംഗ്ലീഷിലാണ് കോൾ എന്നുള്ളതിൽ എനിക്കും പേടിയൊക്കെ ഉണ്ടായി. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരമൊക്കെ. പിന്നെ മെയിൻ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. അതിൻ്റെ കാര്യത്തിൽ എനിക്കും ടെൻഷൻ ഉണ്ട്. എന്നാൽ പോലും എല്ലാവരും പറയുന്നത് അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു മെയിൻ പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അക്സെപ്റ്റൻസ് റേറ്റ് വളരെ കുറവാണ് ഈസ്റ്റ്. അതായത് 100 പേരാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 39 പേരെ മാത്രമാണ് ഈസ്റ്റ് ലണ്ടൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. ഏകദേശം 39% അക്സെപ്റ്റൻസ് റേറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ 39% പേരെ എടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം അക്സെപ്റ്റൻസ് റേറ്റ് കാണിച്ചത് 51%. അപ്പോൾ അത്യാവശ്യം കൂടുതൽ പേരെ കഴിഞ്ഞ വർഷം എടുത്തെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇത്തവണത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണയെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻടേക്കാണ് ഈ സെപ്റ്റംബറിലുള്ളത്. അതും മാത്രമല്ല, സെപ്റ്റംബറിൽ ഇൻടേക്കാണ് മെയിൻ ഇൻടേക്ക്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നിന്നൊരു കോമ്പറ്റീഷനിൽ നമ്മളൊക്കെ പാസ്സായി പോകണം എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് പാസ്സാവോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ അതിലൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ ലൈവായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. സോ ഡോണ്ട് വറി.